അടുത്തായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 വരുന്ന ലെസൺ 12 ആണ്. ഇറ്റ്സ് അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദിസ് ലെസൺ ലേൺ അബൌട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം മീൻസ് വാട്ട്? നമ്മൾ ഒരു റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാം റിയാക്റ്റൻസ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. റിയാക്ഷനിൽ ഇൻവോൾവ്, അതായത് ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ വി വിൽ ഗെറ്റ് എ ന്യൂ സബ്സ്റ്റൻസ് ദാറ്റ് ആർ നോൺ ആസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്യുന്ന എമൗണ്ടും ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ എമൗണ്ടും ഒരു ബാലൻസ്ഡ് ലെവലിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം ആണ്. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടക്ടിവിറ്റി ഉള്ള സൊല്യൂഷൻസിന്, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസിന് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. നെക്സ്റ്റ് വൺ, correlate the degree of dissociation and dissociation constant of a weak electrolyte. Then define and explain various concepts of acids and bases. Define conjugate acid-base pairs and identify them in an acid-base equilibrium. Then derive the expression for the ionization constant of weak acid and weak bases. Then correlate the ionization constant and strength of acids and bases. Explain self-ionization of water and derive an expression for its ionic product. Define pH and correlate with the nature of aqueous solutions, neutral, acidic or basic. ഈ ഒബ്ജക്റ്റീവ്സ് വായിക്കുന്ന കേട്ട് ആരും ടെൻസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. സോ വി വിൽ ഡിസ്കസ് ഓൾ ദീസ് ഒബ്ജക്റ്റീവ്സ് വൺ ബൈ വൺ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, ദെൻ അതിൽ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതാണ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ electrolytes are the compounds which when dissolved in water produce ions in their solutions. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ്. ദീസ് അയോൺസ് ആർ ഫ്രീ ടു മൂവ് അബൌട്ട് ആൻഡ് ക്യാൻ ക്യാരി ഇലക്ട്രിക് ചാർജ് ത്രൂ ദ സൊല്യൂഷൻസ് വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന, അതായത് ഈ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന അയോൺസ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. Such solutions are therefore good conductors of electricity. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം വളരെ നല്ല കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. Thus, electrolytes are the compounds whose solutions can conduct electricity. Now, many electrolytes, when dissolved in water, are almost completely converted into ions. Okay? Already നമ്മൾ പറഞ്ഞു, now we are going to differentiate strong and weak electrolytes. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു when it dissolves in water it will dissociate into corresponding ions and they are the good conductors of electricity because of the presence of free ions. These ions will conduct electricity from one place to another, and some electrolytes are there when we dissolved in water they will completely dissociate. That means എത്ര അയോൺസ് അതിലുണ്ടോ, എത്ര പോസിറ്റീവ് അയോൺസ് എത്ര നെഗറ്റീവ് അയോൺസ് ഉണ്ടോ, ദാറ്റ് ആർ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ ടു കറസ്പോണ്ടിങ് ions. Many electrolytes when dissolved in water are almost completely converted into ions. Such electrolytes are called strong electrolytes. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് strong electrolytes. All ionic compounds like sodium chloride, potassium chloride, potassium nitrate, ammonium chloride and some covalent compounds like HCl etc. are strong electrolytes. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് MCQ വരാം. അപ്പോൾ അതിൽ വരുന്ന ഓപ്ഷൻസ് ആണ് NaCl സോഡിയം ക്ലോറൈഡ്, KCl പൊട്ടാസ്യം ക്ലോറൈഡ്, KNO3 പൊട്ടാസ്യം നൈട്രേറ്റ്, NH4Cl പൊട്ടാസ്യം ക്ലോറൈഡ്, HCl and hydrochloric acid, hydrogen chloride. In their cases
The process of formation of ions is represented with the help of single arrow. ഇവിടെ അയോൺസ് ഫോം ചെയ്യുന്നത് നമുക്ക് സിംഗിളി റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ NaCl ആണെങ്കിൽ NaCl എന്തൊക്കെയായിട്ട് മാറുന്നു? Aq എന്നിട്ടിരിക്കുന്ന അക്വസ് ആണ്. അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന NaCl will dissociate into Na plus and Cl minus. ഓക്കെ, അതുപോലെ HCl ആണെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അതായത് HCl ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്. അതിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ HCl അക്വസ് ആയിട്ട് മാറും. ആ സമയത്തെ അത് എന്താകുന്നുള്ളൂ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. Then the corresponding ions will be H3O plus hydronium ion, that is the positive ion, and Cl minus are the negative ions. All these are the information regarding what strong electrolytes. ഇത്രയുമാണ് strong electrolytes നെ കുറിച്ചുള്ള details. Now on the other hand, many electrolytes ionize only partially. ചില ഇലക്ട്രോലൈറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്, അവർ കംപ്ലീറ്റ് ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യില്ല. പാർഷ്യൽ അയോണൈസേഷൻ, അതായത് അതിൽ എത്ര അയോൺസ് ഉണ്ടോ അതിൽ കുറച്ച് പോസിറ്റീവ് അയോണിനെയും കുറച്ച് നെഗറ്റീവ് അയോൺസിനെയും മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യത്തുള്ളൂ. സച്ച് ഇലക്ട്രോലൈറ്റ്സ് ആർ കോൾഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ആൻഡ് മെനി കോവാലന്റ് കോമ്പൗണ്ട്സ് ലൈക്ക് അസറ്റിക് ആസിഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അനിലീൻ ആർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇതിൽ CH3COOH എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ്, NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ്, C6H5NH2 അതായത് അനിലീൻ, അവരെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അതായത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് നമ്പർ ഓഫ് അയോൺസിനെ മാത്രമേ അയോണൈസ് ചെയ്യത്തുള്ളൂ. ഇൻ ദിസ് സൊല്യൂഷൻ such a compound is present partially in the unionized molecular form and partially in the form of ions. ഇവർ നമ്മളെ ഡിസോസിയേറ്റ് ചെയ്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ആൾക്കാർ അയോൺസ് ഫോം ചെയ്ത് അയോണൈസ്ഡ് ഫോമിലും പകുതി പേര് അയോൺസ് ഒന്നും ഫോം ചെയ്യാത്ത രീതിയിലും എക്സിസ്റ്റ് ചെയ്യും. എ ഡൈനാമിക് ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ the two forms when the rate of ionization of molecules to form ions and the rate of combination of ions to form molecules become equal. അതായത് ഈ പാർഷ്യൽ അയോണൈസേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, അസറ്റിക് ആസിഡ് ആണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ അസറ്റിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ആ സമയം H3O പ്ലസ് അതായത് H+, ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CH3COO മൈനസ് ആണ് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട്, H+ ഇവിടുത്തെ പോസിറ്റീവ് പാർട്ട്. H+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ. പക്ഷെ ഒരു പ്രശ്നം, ഹൈഡ്രജൻ അയോണിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല, അതായത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഈ ഹൈഡ്രജൻ അയോൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അറ്റ് ദ ടൈം ഇറ്റ്സെൽഫ് ഇറ്റ് വിൽ കൺവേർട്ടഡ് ഇൻറ്റു H3O+ അയോൺ. ആ സമയത്ത് തന്നെ H+H3O+ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അസറ്റിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ ആരോ മാർക്ക് ഹാഫ് ഫ്രണ്ടിലോട്ടും ഹാഫ് പുറകിലോട്ടുമാണ്. അതായത് എത്ര അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഇതുപോലെ അയോൺസ് ആയിട്ട് മാറുന്നു അതുപോലെ തിരിച്ച് കമ്പൈൻ ചെയ്ത് മോളിക്യൂളുമായിട്ട് മാറും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും അയോണൈസ് ചെയ്യുന്നില്ല, പാർഷ്യൽ അയോണൈസേഷൻ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. സോ H3O+ഉം CH3OO- ആയിട്ട് മാറുന്നു. The extent to which a weak electrolyte ionizes is expressed with the help of its degree of association. വീക്കിന്റെ കേസിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ, സ്ട്രോങ്ങിന്റെ കേസിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ബിക്കോസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ വെൻ ബി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ at the same time all the ions are completely ionizes into its corresponding positive ions and corresponding negative ions. once അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പൈൻ ചെയ്യത്തോ തിരിച്ച് മോളിക്യൂൾ ആയിട്ട് മാറുന്നതോ ഇല്ല. അവിടെ ഒരു ഇക്വിലിബ്രിയം വരുന്നില്ല. അവിടെ എന്താണ് ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ കാര്യവും നമുക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അയോണൈസേഷനും കണ്ടുപിടിക്കേണ്ടി വരുന്നില്ല. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആകുമ്പോൾ അവർ കമ്പൈൻ ചെയ്ത് അയോണൈസ് ചെയ്ത് കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറുന്നു. അതിൽ കുറച്ച് പേര് കമ്പൈൻ ചെയ്ത് തിരിച്ച് മോളിക്യൂൾ ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ എന്താണ് ഒരു ഇക്വിലിബ്രിയം, ഫ്രണ്ടിലോട്ട് നടക്കുന്ന റിയാക്ഷൻ പോലെ തന്നെ പുറകിലോട്ടും റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ എത്രത്തോളം അയോണൈസേഷൻ നടന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആൽഫ. It is defined as
the fraction of percentage of the total amount of the electrolyte that is present in the form of ions. അയോൺസ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന അതിൻ്റെ അയോൺസിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ ഫ്രാക്ഷനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അയോണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അയോണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് AB is represented as AB എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കാം. ആൻഡ് AB യെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് AN+, N എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ മുകളിൽ വരുന്ന നമ്പറാണ്. അതായത് 1 2 +, 3+, നമ്മൾ അങ്ങനെ എഴുതില്ല. ആ നമ്പർ ഓക്സിഡേഷൻ നമ്പർ ആണ് ഇവിടുത്തെ N. എത്ര ഫോം ചെയ്യുന്നോ അത്രയും തന്നെ BN- ഫോം ചെയ്യും. പക്ഷേ ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഫോർ ദിസ് ഇക്വിലിബ്രിയം ദി ലോ ഓഫ് ഇക്വിലിബ്രിയം ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് AN+, BN- ആണ്. ആൻഡ് റിയാക്ടന്റ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ്. സോ K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് AN+ aqueous into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BN- aqueous divided by മോളാർ കോൺസെൻട്രേഷൻ ഓഫ് AB aqueous. ഇവിടെ H2O വേണോ എന്ന് നിങ്ങൾ ചോദിക്കും. വേണ്ട, അക്വസ് ആണ്. ബിക്കോസ് ഈ AB വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴേ അക്വസ് ഫോമിലാവത്തുള്ളൂ. അപ്പൊ AB aqueous, അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ K is called ionization constant or dissociation constant. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് നമ്മൾ കോമൺലി പറയുന്നത്. ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, it's a characteristic property of the electrolyte. It depends upon temperature. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അയണൈസേഷന്റെ റേറ്റ് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റേറ്റ് കുറയും. സിൻസ് AB is a weak electrolyte, its ionization is not complete. AB weak electrolyte ആയതുകൊണ്ട് തന്നെ അതിന്റെ അയണൈസേഷൻ എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ലെറ്റ് ആൽഫ ബീറ്റ്സ് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ. ആൽഫ ആണ് അതിന്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ. ഇഫ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഈസ് C mol/decimeter cube, ദ amount of AB ionized at equilibrium would be C alpha mol. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതായത് ജനറലി റെപ്രസെന്റഡ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇതാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ അയണൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ ആണ്. അതിൽ നമുക്ക് നമ്മുടെ ഈ K ഈസ് ഈക്വൽ ടു, അതായത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു എന്താണ്? K ഈസ് ഈക്വൽ ടു C into alpha square divided by 1 minus alpha. Okay, and for weak electrolytes, generally alpha is very small and it can be neglected in comparison to 1. ആൽഫ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ ആൽഫയുടെ വാല്യൂ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ആൻഡ് ഈ 1ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാണ്. വിത്ത് ദിസ് അപ്രോക്സിമേഷൻ ദി എക്സ്പ്രഷൻ ഓഫ് K സിംപ്ലിഫൈസ് ടു K into C alpha square. ഓക്കെ, അപ്പൊ K into നമുക്ക് അതിന്റെ കാരണം എന്ന് വെച്ചാൽ നോക്കിയേ, C alpha square 1 minus alpha. ആൽഫയെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ? 1. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. സോ ഇവിടെ C alpha square തന്നെ ആയിരിക്കും. K ഈസ് ഈക്വൽ ടു C alpha square. അതായത് ആൽഫ എന്ന് പറയുന്നതിന്റെ സ്ക്വയർ ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് K by C. അതായത് K എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് K ഈസ് ഈക്വൽ ടു C alpha square. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു K by C എന്ന് കിട്ടും. ഓക്കെ, ആൽഫ സ്ക്വയർ K by C ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് K by C ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയേ. ദിസ് എക്സ്പ്രഷൻ ഫോർ ആൽഫ ഈസ് നോൺ ആസ്
ഓസ്റ്റ്വാൾ ഡൈല്യൂഷൻ ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ആൽഫയുടെ വാല്യൂ ഇല്ലേ, അതായത് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആൽഫ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇറ്റ്, ആൽഫ, the degree of ionization of a weak electrolyte depends upon. ഇനി ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ അനുസരിച്ച് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ അയോണൈസേഷൻ ആൽഫ എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ and second one concentration of the electrolyte. At a constant temperature, alpha is inversely proportional to the square root of the concentration. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ആൽഫ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദി കോൺസെൻട്രേഷൻ ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ആൽഫ ഇൻക്രീസസ് വിത്ത് ദ ഡൈല്യൂഷൻ ഓഫ് ദി സൊല്യൂഷൻ. ആൽഫ എന്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു? ഡൈല്യൂഷൻ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ഡൈല്യൂഷൻ മീൻസ് വാട്ടർ കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡൈല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും, അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് in 0.01 molar solution at 25 degrees Celsius. Okay, the ionization constant of NH4OH is 1.8 into 10 raised to minus 5 mole per dm cube at 25 degrees Celsius. Okay, simple question ആണ്. Alpha is equal to square root of K by C. And ഇവിടെ degree of ionization alpha കണ്ടുപിടിക്കണം. അയോണൈസേഷൻ കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ട് 1.8 into 10 raised to minus 5, കോൺസെൻട്രേഷൻ 0.001 മോളാർ. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ആൽഫ എന്ന് പറയുന്നത് 0.134 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ആൽഫ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ സി. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അയോണൈസേഷൻ കോൺസ്റ്റന്റ്. സി ഈസ് ദ കോൺസെൻട്രേഷൻ. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, divide them, then you will get an answer. Take the square root of the answer and you will get the value of alpha. Okay, ഇനി ജനറൽ കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് അതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ when we are starting discussion on general concept of acids and bases, നമുക്ക് ആസിഡ് എന്താണെന്നറിയാം, ബേസ് എന്താണെന്നറിയാം. അപ്പോൾ നമ്മൾ നോർമലി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് sour in taste, then the substance which convert blue litmus to red, അതിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. ഇനി ബേസസ് ആണെങ്കിൽ ബേസസ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് സോപ്പി നേച്ചർ, സ്ലിപ്പറി ടു ടച്ച് ആൻഡ് ഓൾസോ ദ സൊല്യൂഷൻസ് വിച്ച് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ, ദാറ്റ് ആർ നോൺ ആസ് ബേസസ്. ഇതാണ് നമ്മുടെ ലോവർ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആസിഡിന്റെയും ബേസിന്റെയും എക്സ്പ്ലനേഷൻ. ഓക്കെ, ആൻഡ് നമ്മൾ സയന്റിഫിക്കലി കെമിസ്ട്രി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ സയന്റിഫിക്കലി വെൻ വി ആർ ഡിസ്ക്രൈബിങ് ഓർ എക്സ്പ്ലെയിനിങ് അബൌട്ട് ആസിഡ് ആൻഡ് ബേസസ്, ബേസിക്കലി വി ആർ ഫോളോയിങ് ദ 3 കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ അറീനിയസ് കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് ആൻഡ് തേർഡ് വൺ ലൂയിസ് കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റ് ആണ് നമ്മൾ ആസിഡും ബേസും പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന 3 കോൺസെപ്റ്റ്സ്. ഓക്കെ, സോ അറീനിയസ് കോൺസെപ്റ്റ്, the most commonly used concept of acids and bases was developed by Arrhenius in 1884. അക്കോർഡിംഗ് ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് അറീനിയസ് കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, an acid is a substance that is capable of producing hydrogen ion by dissociating in aqueous solution. അതായത് അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആസിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺസിനെ ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് അറീനിയസ് കോൺസെപ്റ്റ്. അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊരു സബ്സ്റ്റൻസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. അതായത് HA എന്ന് പറയുന്ന ഏത് കോമ്പൗണ്ട് ആയിക്കോട്ടെ, അതിന് നമ്മൾ അക്വസ് സൊല്യൂഷൻ ആണ് എടുക്കുന്നതെങ്കിൽ H+ഉം A- പ്രൊഡ്യൂസ് ചെയ്യുന്നു. Where HA represent acid and A- refers to the acid molecule without the hydrogen ion. Hydrochloric acid is an example of an Arrhenius acid. HCl അതാണ്, അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? HCl is equal to
gives H++Cl minus. അതാണ്ട് H+HCl, അതായത് നേരത്തെ പറഞ്ഞ HA. അപ്പോൾ H+ഉം A മൈനസും എന്നുള്ളിടത്ത് H+ഉം Cl മൈനസും ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് അറീനിയസ് കോൺസെപ്റ്റിന്റെ ആസിഡ്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, the proton or hydrogen ion binds itself to, ഞാൻ ഓൾറെഡി പറഞ്ഞു, H+ ion, അതായത് H+ ionsനെ നമ്മൾ പ്രോട്ടോൺ എന്നും പറയും. H+ ion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആകെപ്പാടെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെയും കൂടെ അങ്ങ് ലിബറേറ്റ് ചെയ്ത് ലൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് H എന്തായിട്ട് മാറുന്നത്, H+. അങ്ങനെ ഒരു അയോണിന് എക്സിസ്റ്റ് ചെയ്യാൻ, അതായത് Hന് ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ H+ ഫോം ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, ബൈൻഡ്സ് ഇറ്റ്സെൽഫ് ടു എ വാട്ടർ മോളിക്യൂൾ ആൻഡ് ഫോം H3O+ അയോൺസ്. എന്തായിട്ട് കമ്പൈൻ ചെയ്യുന്നു, H+ അയോണുമായിട്ട് കമ്പൈൻ, H+ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അത് എന്തായിട്ട് മാറുന്നു, H3O+, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോണിയം അയോൺ. എന്താ കണ്ടോ, H+ ആണ്, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, H3O+ ആയിട്ട് മാറുന്നു. ആൻഡ് ദി ഹൈഡ്രോണിയം അയോൺ ഈസ് ഓൾസോ നോൺ ആസ് ഓക്സോണിയം അയോൺ ഓർ ദി ഹൈഡ്രോക്സോണിയം അയോൺ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. H+ അയോൺസ് H2മായിട്ട് കമ്പൈൻ ചെയ്യുന്നു, then we will get H3O+ ion, that is known as hydronium ion, and that is also known as oxonium ion or the hydroxonium ion. ഹൈഡ്രോണിയം ഉണ്ട്, ഓക്സോണിയം ഉണ്ട്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രോക്സോണിയം അയോൺ ഉണ്ട്. അപ്പോൾ H3O+ന് 3 പേര് പഠിച്ചു വെച്ചേക്കുക, ഹൈഡ്രോണിയം അയോൺ, ഓക്സോണിയം അയോൺ ആൻഡ് ഹൈഡ്രോക്സോണിയം അയോൺ. In the light of this fact, the equation ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, HA+H2 നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, H++A- എന്നാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു H+ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് H+ എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു, H3O+. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. HA+H2 gives H3O++A-. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്, ആസിഡിന്റെ കേസ് മാത്രമാണ്. അപ്പോൾ when we describe about the concept of acids and bases, we are mainly following 3 concepts of acids and bases. First one, Arrhenius concept. Second one, Bronsted-Lowry concept. And third one, Lewis concept. And already we started discussion on Arrhenius concept. And as per this concept, an acid is a substance which produce H+ ions when dissolved in water. That is the first thing. And second one, when H+ ions form, that time itself it combine with a water molecule to form H3O+ ion. Third one, the H3O+ ions are known as hydronium ion or oxonium ion or hydroxonium ion. Okay, അത്രയുമാണ് നമ്മൾ പറഞ്ഞത്. That's all about Arrhenius acids. And next one, a base on the other hand is defined as a substance capable of providing hydroxyl ion or hydroxide ion. അതായത് OH- അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെ അക്വസ് സൊല്യൂഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ OH- അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്, ബേസസ്, ഓൺ ദ ബേസിസ് ഓഫ് അറീനിയസ് കോൺസെപ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a substance capable of providing hydroxyl ion or hydroxide ion on dissociation in aqueous solution. Aqueous solutionൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ OH- പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് ബേസസ്. MOH okay gives M+ and OH-, where M+ refers to the base molecule without the hydroxyl ion. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, Na+ഉം OH-. ഇവിടെ OH- പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്, ഒരു ബേസ് ആണ്. Arrhenius concept is quite useful and explain the acid base behavior to a good extent.
ഓക്കെ, നോർമലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ആസിഡിനെയോ ബേസിനെയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഈ അറീനിയസ് കോൺസെപ്റ്റ് ആണ്. Acid are the substances which liberate H plus ions in aqueous solution and bases are the substances which liberate OH minus ions in aqueous solution. അതാണ് ആസിഡിന്റെയും ബേസിന്റെയും എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ആക്ച്വലി അത് എന്ത് കോൺസെപ്റ്റ് ആണ്? അറീനിയസ് കോൺസെപ്റ്റ് ആണ്. So Arrhenius concept is quite useful and explains the acid-base behavior to a good extent. However, it has certain drawbacks. നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും ചെറിയ ചില പരിമിതികൾ അതിനുണ്ട്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം. It is limited to only aqueous solution and require dissociation of the substance. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾക്ക് പ്രാവർത്തികം അല്ലെങ്കിൽ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നാമത്തെ കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിനെ അക്വസ് സൊല്യൂഷൻ, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+നെയും OH- അങ്ങനെ അല്ലാത്ത എത്രയോ സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് ലിമിറ്റഡ് ഓൺലി ഇൻ അക്വസ് സൊല്യൂഷൻസ് ആൻഡ് റിക്വയർ ഡിസോസിയേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി acidic behavior of some substances which do not contain hydrogen atom. For example, aluminium chloride. Aluminium chloride ഹൈഡ്രജൻ ആറ്റമേ ഇല്ല, പക്ഷെ അതിന് എന്ത് നേച്ചർ ഉണ്ട്? അസിഡിക് നേച്ചർ ഉണ്ട്. അപ്പോൾ അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് H+നെ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് അക്വസ് സൊല്യൂഷനിലെ ആസിഡ്. പക്ഷെ ഇതും അസിഡിക് നേച്ചർ ഉള്ളതാണ്, അതിന് ഹൈഡ്രജൻ അയോൺ പോലും ഇല്ല. പിന്നെ എങ്ങനെ ഇത് ശരിയാവും? And similarly, it does not explain the basic character of substance like ammonia, sodium carbonate which do not have any OH- ions. Okay, അപ്പോൾ ഇതാണ് ലിമിറ്റേഷൻസ്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അറീനിയസ് കോൺസെപ്റ്റ് എന്താണ്, അക്വസ് സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെ മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ, ഹൈഡ്രജൻ അയോൺ ഇല്ലാത്ത സബ്സ്റ്റൻസിന്റെ അസിഡിക് നേച്ചറും OH- അയോൺസ് ഇല്ലാത്ത സബ്സ്റ്റൻസിന്റെ ബേസിക് നേച്ചറും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറീനിയസ് കോൺസെപ്റ്റിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ അറീനിയസ് കോൺസെപ്റ്റ് ലിമിറ്റേഷൻസ് പറഞ്ഞു. അപ്പോൾ ഒരു കോൺസെപ്റ്റിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നോർമലി നെക്സ്റ്റ് തിയറി ഓർ നെക്സ്റ്റ് ലോ വിൽ കം ടു ഓവർകം ദി പ്രോബ്ലംസ് ഓഫ് ദ പ്രീവിയസ് വൺ. സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആർ നോൺ ആസ് ബ്രോൺസ്റ്റഡ് ആൻഡ് ലൗറി കോൺസെപ്റ്റ്. ഓക്കെ, സംടൈംസ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ ലൗറി ബ്രോൺസ്റ്റഡ് എന്നായിരിക്കും പഠിച്ചത്. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് സയന്റിസ്റ്റ് ആണെന്നേ ഉള്ളൂ. ബ്രോൺസ്റ്റഡ് ആൻഡ് ലൗറി കോൺസെപ്റ്റ് ഇൻ ഇയർ ഓർത്ത് വെക്കുക. അറീനിയസ് കോൺസെപ്റ്റ് വന്നത് 1884 അത് കഴിഞ്ഞ് ഇത്രയും ലിമിറ്റേഷൻസ്, പക്ഷേ ലിമിറ്റേഷൻസ് എന്നല്ല, അപ് ടു എ മാക്സിമം എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് 100% കറക്റ്റ്. ഓക്കെ, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എല്ലാം ആസിഡ് ആണ്, OH- പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം ആസിഡ് ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 100% കറക്റ്റ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H+ അയോൺസ് ഇല്ലാത്ത സബ്സ്റ്റൻസ് അസിഡിക് നേച്ചർ കാണിക്കുന്നവരുണ്ട്, OH- ഇല്ലാത്ത ബേസിക് നേച്ചർ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക്. സോ in 1923, Bronsted and Lowry pointed out independently that acid-base reactions can be interpreted as proton transfer reaction. Okay, അപ്പോൾ 1923 ബ്രോൺസ്റ്റഡും ലൗറിയും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡും ബേസും റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നു? പ്രോട്ടോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. അക്കോർഡിംഗ് ടു ദം an acid is defined as a proton donor. ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഈസ് ദ സബ്സ്റ്റൻസ് വിച്ച് ആർ കാപ്പബിൾ ടു ഡൊണേറ്റ് പ്രോട്ടോൺ, അതായത് H+നെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ പറയുന്ന പേരാണ് ആസിഡ്. ആൻഡ് ബേസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോട്ടോൺ അക്സെപ്റ്റർ. ഈ H+നെ കൊടുക്കുന്ന ആൾക്കാർ ആസിഡും ആ കൊടുത്ത H+നെ വാങ്ങുന്ന ആൾക്കാരെ ബേസും എന്നാണ് പറയുന്നത് എന്നാണ് ബ്രോൺസ്റ്റഡ് ആൻഡ് ലൗറി കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, the definition is sufficiently broad and removes the first limitation of Arrhenius concept. Okay, അപ്പോൾ ഇത് വളരെ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു തിയറിയാണ് when the basis of acids and bases. ആൻഡ് അതിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ, അതായത് അക്വസ് സൊല്യൂഷനിൽ മാത്രം ആസിഡിനെയും ബേസിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ പറ്റി. ആൻഡ് ആസ് പെർ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്,
an acid is a substance which is a proton donor. That is, H plus donors are known as acids and proton acceptor, H plusനെ accept ചെയ്യുന്നവരെ bases ആണെന്നാണ് പറഞ്ഞത്. And this was definition sufficiently broad and removes the first limitation of Arrhenius concept. And hydrogen containing molecule or ion capable of donating or transferring a proton is an acid. അപ്പം ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ആസിഡിക് നേച്ചർ ഉള്ള സബ്സ്റ്റൻസിൽ ഉറപ്പായിട്ടും എന്ത് കാണണം? ഹൈഡ്രജൻ കാണണം. ഓക്കെ, ഹൈഡ്രജൻ കാണും. അതിന് capable of donating, transferring a proton is an acid, while any molecule or ion that can accept a proton is a base. For example, in the reaction between ammonia and hydrogen fluoride, ഇനി NH3-യും HF-ഉമായിട്ടുള്ള റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ammonia act as a base, that means it accepts a proton.